ഹായ് ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ബ്രോസ്റ്റഡ് ആണ്. മറന്നുപോയി ഇടയ്ക്ക് എന്തായിരുന്നു, ചിക്കൻ ബ്രോസ്റ്റഡ് ആണ്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പം ഇങ്ങനെ ചിക്കൻ ഇങ്ങനെ ബ്രോസ്റ്റ് ചെയ്ത് കഴിക്കുന്നപ്പോൾ എനിക്ക് കൊതി വന്നു. അപ്പം ഞാനും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് ചിക്കൻ, ഒരു 1/2 കിലോ ചിക്കൻ എടുത്തു. കഴുകിയെല്ലാം വൃത്തിയാക്കി വിത്ത് സ്കിന്നാണ് നല്ലത് ബ്രോസ്റ്റ് ചെയ്യാനായിട്ട്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ചിക്കൻ മാത്രം പുറത്തുനിന്ന് മേടിച്ചാൽ മതി, ബാക്കിയെല്ലാം എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവും. ഞാൻ വളരെ സിമ്പിളായിട്ട് അധികം ഒന്നും എന്താ പറയുക, കോൺഫ്ലവറോ അങ്ങനെ ഒന്നും എൻ്റെ ഇല്ലായിരുന്നു, അതൊന്നും ഇടാതെയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ കുറേ ടൈം ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല ഇഷ്ടമാണ്. മഞ്ഞൾപ്പൊടി ഇച്ചിരി അധികം ഇടണം, എല്ലാത്തിനും ഞാൻ അധികം ഇടാറുണ്ട്. ഉപ്പിട്ട് കുരുമുളകിട്ട് ചിക്കനൊക്കെ നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കണം, മുളക് പൊടിയൊക്കെ ഇട്ടിട്ട്. ഉപ്പ് ആവശ്യത്തിന് ഇടാവും. ഉപ്പ് കൂടുന്നുണ്ടോ നോക്കി വേണം ചെയ്യാം. ഉപ്പ് കൂടിപ്പോയാൽ തീർന്നു. അങ്ങനെ എൻ്റെ മുളക് പൊടിയൊക്കെ കുറച്ച് താഴെ പോയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയുന്നുണ്ടായിരുന്നു, അതൊന്നും കേൾക്കത്തില്ല, അവിടെ ഭയങ്കര സൗണ്ട് ആയതുകൊണ്ട് വോളിയം ഞാൻ കുറച്ചു. ചിക്കനൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, അപ്പം തന്നെ എടുത്ത് ചെയ്യാം. ഇപ്പം പെട്ടെന്ന് കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വന്നാലോ വേഗം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല സക്സസ് ആവുന്നു. പിന്നെ എപ്പോഴും ഉണ്ടാക്കാറുണ്ട്, മിക്കപ്പോഴും ഉണ്ടാക്കും. പിന്നെ മൈദയിലോട്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കുരുമുളകിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. പിന്നെ ഒരു കോഴിമുട്ട താറാമുട്ട എന്തെങ്കിലും, കോഴിമുട്ടയ്ക്കകത്തോട്ട് കുറച്ച് മൈദ ഇട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് അടിക്കണം, നന്നായിട്ട് ചെയ്യണം. അതിനുശേഷം നമ്മൾ പാൻ വെച്ച് എണ്ണ അത് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ആദ്യം നമ്മൾ മുട്ടയും ആ മൈദയ്ക്കകത്ത് മുക്കിയതിന് ശേഷം നമ്മളുടെ മൈദയ്ക്കകത്ത് മുക്കുക, പൊടിയിലും മുക്കി നന്നായിട്ട് കോട്ട് ചെയ്യണേ, നന്നായിട്ട് അതിൽ പിടിക്കണം. എന്തുകൊണ്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതിനേക്കാളും നല്ല ഇതായിരിക്കും. 2 പീസിനൊക്കെ എത്ര രൂപയാണ്, അതിനേക്കാളും നല്ല 1/2 കിലോ ചിക്കൻ വാങ്ങിച്ചാൽ നമുക്ക് വയറ് നിറയെ കഴിക്കാൻ പറ്റും. അതേപോലെ ഏകദേശം അതാ ടേസ്റ്റൊക്കെ തന്നെയാണ്. അങ്ങനെ എല്ലാം മിക്സ് ചെയ്ത് എണ്ണയിലിട്ട് സെറ്റായിട്ടുണ്ട്. നമ്മൾ തിരിച്ചിടണം, ഈ ഒരു പരുവാകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം. ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണമെങ്കിൽ ഞാനെങ്കിൽ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്, ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് കുക്ക് ചെയ്യുക. ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുകയും ചെയ്യരുത്, ഉള്ളു വേവത്തില്ല. പുറം മാവ് മാത്രം കരിഞ്ഞിരിക്കും, മാവ് മാത്രം എന്തോപോലെ തോന്നത്തുള്ളൂ, ഉള്ളു വേവത്തില്ല. അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. അങ്ങനെ ഏകദേശം കുക്കായിട്ടുണ്ട്. 1 സൈഡ് ഏകദേശം സെറ്റായി. ഞാൻ എന്നാലും തിരിച്ചും ഇട്ട് കൊടുക്കുന്നുണ്ട്, ഉള്ളൊക്കെ നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ, കുട്ടികൾക്കാണേലും വലിയവർക്കാണേലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചിക്കൻ ആർക്കും ഇഷ്ടമല്ലാത്തല്ലേ, എല്ലാവർക്കും ഇഷ്ടം. അപ്പം ഇങ്ങനെയെങ്കിലും ഉണ്ടാക്കിയെടുത്താൽ അടിപൊളിയാവും. അപ്പം നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം റെഡിയായി. ഈ ഒരു പരുവായാൽ മതി കേട്ടോ, ഈ ഒരു ഇതാകുമ്പോഴേക്കും എടുക്കണം. ഇനി ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു ഇതാകുമ്പോഴേക്കും നമുക്ക് കോരി മാറ്റി വെക്കാം. അപ്പം ഞാനെല്ലാം എടുത്തു ഇങ്ങനെ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. ചൂടുണ്ട്, അതുകൊണ്ട് പിടിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. ഞാൻ എടുത്ത് മാറ്റി വെച്ചു. പിന്നെ ഞാൻ വിഷ്ണുവിന് കൊടുക്കാൻ പോയപ്പോഴേക്കും എന്നോട് പറഞ്ഞ് വീഡിയോ എടുക്കല്ലേ, ഞാൻ എടുക്കത്തില്ലെന്ന് പറഞ്ഞിരുന്നു. എന്നാലും ഞാൻ ചുമ്മാതെ കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് വീഡിയോ എടുത്ത്. അത് ഞങ്ങളമ്മ അവിടെ വഴക്കായിരുന്നു.
എന്നോട് പറഞ്ഞു വീഡിയോ എടുക്കല്, ഞാൻ എടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ആൾക്ക് അങ്ങനെ വീഡിയോയിൽ വരുന്ന അങ്ങനെയൊന്നും ഇഷ്ടമല്ല, വീഡിയോ എടുക്കുന്നതും ഇഷ്ടമല്ല, ഇപ്പോഴെന്നല്ല പണ്ടും ഇഷ്ടമല്ല. അങ്ങനെ ഞാനുമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക, വീഡിയോ എടുത്ത് ഞാൻ പറഞ്ഞു എടുക്ക് ടേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എടുക്കത്തില്ല, ഞാൻ ഇപ്പോഴേ എടുക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ തിരിച്ചുകൊണ്ട് കളയാൻ പോകുമെന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്ത് ഇങ്ങനെ വീഡിയോ കട്ടാക്കി. പിന്നെ ആൾ കഴിക്കുന്നുണ്ടായിരുന്നു, കഴിച്ചു കഴിഞ്ഞു, ഞങ്ങൾ രണ്ടുപേരുടെ കഴിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ലാസ്റ്റെങ്കിലും വീഡിയോ എടുക്കുമെന്ന്. അപ്പോൾ അതിന് എന്നെ നോക്കുവാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടില്ലെങ്കിൽ ഞാൻ ജീവനോടുണ്ടാവും, കണ്ടു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. അപ്പോൾ ഇത്രയുള്ളൂ. ടാറ്റാ ബൈ ബൈ.